+1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റീവാല്യുവേഷൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ റിസൾട്ട് എപ്പോഴാണ് വരിക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. +1 ഇംപ്രൂവ്മെൻ്റ് റീവാല്യുവേഷൻ റിസൾട്ട് എപ്പോഴായിരിക്കും എന്ന് പല വിദ്യാർത്ഥികളും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. പല വീഡിയോയ്ക്ക് താഴെയും ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ട്. കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. +1 ഇംപ്രൂവ്മെൻ്റ് റീവാല്യുവേഷൻ്റെ വാല്യുവേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സൈറ്റിൽ റിസൾട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ടിന് ശേഷം +2വിൻ്റെ റീവാല്യുവേഷൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കാനുണ്ട്. എന്നാൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റീവാല്യുവേഷന് കൊടുത്തിട്ട് കുറച്ചധികം സമയമായി. ഇപ്പോൾ റിസൾട്ട് വരാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. എന്നാൽ ഈ ആഴ്ച തന്നെ ഇംപ്രൂവ്മെൻറ്റ് റീവാല്യുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കാം. ചിലപ്പോൾ നാളെയാകാം, അല്ലെങ്കിൽ മറ്റന്നാളാകാം. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റീവാല്യുവേഷൻ്റെ റിസൾട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് ചെക്ക് ചെയ്യാൻ കേരള റിസൾട്ട്സ് nic.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റീവാല്യുവേഷൻ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് റീവാല്യുവേഷൻ്റെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ റീവാല്യുവേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ക്രൂട്ടനിയുടെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ സ്ക്രൂട്ടനി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് റീവാല്യുവേഷൻ്റെ റിസൾട്ട് വരും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.